പൊളപ്പൊളപ്പൻ പുകിലുകൾ മുടകൾ കോമഡികൾ കണ്ടുക്കാം. ഒരു ജാതി വിറ്റിഷ്ട ഡാക്കള് പൊളിച്ചൂട്ട കേട്ടുക്കാം. പൊളപ്പൊളപ്പൻ പുകിലുകൾ മുടകൾ കോമഡികൾ കണ്ടുക്കാം. ഒരു ജാതി വിറ്റിഷ്ട ഡാക്കള് പൊളിച്ചൂട്ട കേട്ടുക്കാം. നല്ല പിഴക്കണ കഥ നിങ്ങ പോണേണ പയല് കാലിപ്പുകൾ ഞെരിക്കണ കേട്ടീന മച്ചു കബൂറ് സീനാണ്ട കണ്ടീന. ഒരു ചങ്ങായി കിഞ്ഞു പഞ്ഞു വരുന്നേ ഇത് അടിമുടി ചിരി പട്ടണം. ഇത് കൂടുകൂടെ ചിരി പട്ടണം. ഇത് അടിമുടി ചിരി പട്ടണം. ഇത് കൂടുകൂടെ ചിരി പട്ടണം. ഏയ് ചിരി ചിരി ഏയ് അടിമുടി ഏയ് കൂടുകൂടെ ഈ ചിരി പട്ടണം. എല്ലാ പ്രേക്ഷകർക്കും പ്രീമിയർ ജനുവിൻ ലെതർ ചിരിക്കും പട്ടണത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നും നിങ്ങൾക്കായി ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും നമുക്ക് ഒരു അതിഥിയുണ്ട്. അദ്ദേഹം ചില്ലറക്കാരനല്ല, അത്യാവശ്യം കില്ലാടി തന്നെയാണ്. വളരെ സന്തോഷപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടി ചിരിക്കും പട്ടണത്തിൻ്റെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജാഫർ സിംഗ്. ഈ മൊബൈൽ കൊണ്ടു കൊടുത്തിട്ട് എങ്കിലും പാവപ്പെട്ട ഫോണില്ലാത്തവനുണ്ടോ കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കായിരുന്നു. ഞാനങ്ങ് മേടിച്ചു പോയി. ജാഫർ സിംഗ് വന്ന പറഞ്ഞ അടിച്ചു കൂർക്കയാണല്ലേ. അതെ, ഞാൻ നല്ല ഒരു പഞ്ചിങ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടേ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ എന്നെ തല്ലുവെന്ന് ഞാൻ വിചാരിച്ചു, പേടിച്ചു പോയി. അല്ല അങ്ങനെ അങ്ങനെയാണല്ലേ, പെട്ടെന്ന് അങ്ങ് ടെൻഷൻ ആയി പോയി. നമസ്കാരം. ജാഫർ സിംഗ് ഗൂർഖ. വീട് എവിടെയാണ്? എവിടെയായിട്ട്? അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എവിടെയാണ്? ഇവിടെ പെരുമ്പാവൂര്. അതിനാണോ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച്? പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ല അറിയാലോ. അല്ല, നമ്മളെ ഞങ്ങളുടെ നാട്ടിലങ്ങനെ ആണോ? അപ്പൊ എവിടെ വീട് വെച്ച് ഇവിടെ വീട് ഇങ്ങനെയൊക്കെ പറയില്ലേ? ആണല്ലേ. പെരുമ്പാവൂർ എവിടെയായിട്ട്? പുല്ലുവഴി. പുല്ലുവഴി. അവിടെ ഒരുപാട് ബംഗാളികളുണ്ടല്ലോ, ഇഷ്ടംപോലെ ബംഗാളികൾ, ഹിന്ദിക്കാരുണ്ടല്ലോ. നിറച്ചും ഇപ്പം ബംഗാളികളാണ്. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ മൊത്തം ബംഗാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. ആണല്ലേ. പക്ഷെ അതിന്റെ വ്യത്യാസം എന്നാന്നറിയോ? ആ പെരുമ്പാവൂർ ആദ്യം വന്ന ബംഗാളിയാനാണ്. ആണ് ആദ്യം വന്നത്. അതുകൊണ്ടാണ് ഇത്ര വളരെ നന്നായിട്ട് അങ്ങ് മലയാളം പറയുന്നത്. ആ വന്നത് എനിക്ക് കൂർക്കപ്പണിയായിട്ട് കിട്ടി. അത് ശരി. അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരി. കായംകുളത്താണ് ശരി വീട്. മുഗൾസ് കൊണ്ട് 3-4 പിള്ളേരുണ്ട്. അങ്ങനെ പോണു. ഇവിടെ പെരുമ്പാവൂര്, എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഗൂർഖാപ്പണി എടുത്തങ്ങ് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നു. ഇപ്പൊ ഗൂർഖാപ്പണിക്ക് എത്ര മാർക്കറ്റ് ഇല്ലെന്ന് പറയുന്നത് കേട്ടോ. മൊത്തത്തിൽ എന്തോ ഒരു ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അല്ല, മാർക്കറ്റ് ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ നല്ല സ്ഥാപനത്തിന്റെ ഗൂർഖയ്ക്ക് മാർക്കറ്റ് ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ലോകം മുഴുവൻ സെക്യൂരിറ്റി പ്രോബ്ലം. അമേരിക്കയ്ക്ക് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്, അതുപോലെ ഇന്ത്യക്ക് സെക്യൂരിറ്റി പ്രോബ്ലം. എന്തിനേറെ പറയുന്നു, നമ്മുടെ ശബരിമലയ്ക്ക് വരെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റി ഇങ്ങനെ സ്ട്രോങ് ആക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. അല്ല, ശരിക്കും ഗൂർഖയ്ക്ക് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ആ പരിപാടിയിലേക്ക് ഒരു രാജ്യാന്തരപരമായിട്ടുള്ള ഒരു ഗൂർഖപ്പണിക്ക് നമ്മൾ പോകാറില്ല. ഇല്ല. നമ്മുടെ കുടുംബം പശ്ചാത്തലം ഏതെങ്കിലും വീട്ടിൽ ഗൂർഖപ്പണിക്ക് നിൽക്കുക, ആ പരിപാടിയുള്ളൂ. അതിർത്തി ഒന്നും താങ്ങാനുള്ള പരിപാടി നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു. ബംഗാളിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ കാലുകുത്തിയ ആളാരാന്ന് പറയും? വാസ്കോഡ ഗാമ. അദ്ദേഹം പോർച്ചുഗീസിൽ നിന്ന് ഇവിടെ വന്ന് കാലുകുത്തിയ ആളാണ്. ഞാൻ ബംഗാളിൽ നിന്ന് വന്ന ആളാ ചോദിച്ചത്. ബംഗാളിൽ നിന്ന് കേരളത്തിൽ പണിക്ക് വന്ന ആദ്യത്തെ ആളാരാന്നറിയോ? സലിൽ ചൗധരി. സലിൽ ചൗധരി? ചൗധരി അല്ല, ചൗധരി. സലിൽ ചൗധരി. ചൗധരി എനിക്കും വന്നാ, അത് കഴിഞ്ഞിട്ട് വന്നാ ഞാൻ. ആണല്ലേ? പിന്നെ പുള്ളി അറിയോ? പിന്നെ മറ്റേ ഇപ്പൊ എവിടെ വാർക്കപ്പണി പുള്ളി ചെയ്യണേ? എന്തിനാ ഒന്നുകൂടെ അടിച്ചേ? ശരിക്കും ഉറുക്കടി വേദനയൊക്കെ ഉള്ളട്ടാ. ശരിക്കും നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് ഊർക്കപ്പടിക്കായിരുന്നു. അപ്പൊ തല്ലുകൊണ്ടല്ലോ ഒരു രസം ഉണ്ടായിരുന്നല്ല. പക്ഷെ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ സ്ഥാനം നോക്കി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ. സ്ഥാനം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു കാര്യം പറയട്ടെ, ഈ സലിൽ ചൗധരി അറിയില്ല? ശരിക്കും ആ പുള്ളിനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തോ ഒരു അദ്ദേഹം വളരെ വലിയൊരു സംഗീത സംവിധായകനാണ്. അദ്ദേഹം ബംഗാളിൽ നിന്ന് വന്നതാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പണി നടത്തിയത് പുള്ളിയാണ്.
പണിക്ക് വേണ്ടി, അല്ലാതെ നിങ്ങൾ കൂർക്കവരും ബംഗാളികളൊന്നും അല്ല. അതാ എനിക്ക് തെറ്റിപ്പോയിരിക്കും. അങ്ങനെ ഒരു വലിയൊരു പുള്ളിയല്ലേ? ഉണ്ട് 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 ഉണ്ട്. തന്നെ ഒന്ന് കാണാൻ പറ, എന്തൊരു പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ. ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു കത്തി എടുത്ത് ഒറ്റ കുത്തം കൊണ്ട് വെച്ചെന്നാണ്ടല്ലേ? അല്ല, അതല്ല കത്തി കൊണ്ടാണ് കത്തപ്പോ. അതാ ഞാൻ നേരത്തെ കത്തി ഉണ്ടായിരുന്നല്ല. ഞാൻ എന്തോ ഒരു കുറവ്, നമ്മൾ ഇതിൽ എന്തോ ഒരു കുറവ് കണ്ടല്ലേ? ഈ കൂർക്കയ്ക്ക് ഒരു കത്തിയുടെ കുറവില്ലേ? ആ, അതെ, ഞാൻ കൊണ്ടുനടക്കാറില്ല. അപ്പൊ അതെന്താ കത്തി കൊണ്ടുവരാറ്? ഒരു ദിവസം അവധിക്കാൻ കായകുളത്ത് പോയി. അപ്പൊ ഉമ്മുക്കുളിസും പിള്ളേരും പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് കുറെ നാളുകൂടി വരുന്നതല്ലേ, നമുക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കാം, കോഴി ഇറച്ചി വെക്കാന്ന് പറഞ്ഞിട്ട് കോഴിനെ ഇറക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഈ മുക്രിയുടെ അടുത്ത് മുസ്ലിയാരുടെ അടുത്ത് പോകാൻ പോയില്ല. ഞാൻ ഈ കത്തി എടുത്തിട്ട് കോഴിനെ കറുത്തു. ഈ കോഴിയുടെ കഴുത്തും കൂടി പൊട്ടിച്ചിട്ട് ഒറ്റ ചീറ്റില് ചോര. അന്ന് തലയിറങ്ങി വീണ. അത് പിന്നെ കത്തി അവിടെ മാറ്റി കളയും. ഇതുകൊണ്ടായിട്ടില്ല കോഴിനെ അറുത്ത്. ആ കത്തി അങ്ങോട്ട് കളഞ്ഞു. ഇപ്പൊ സ്വസ്ഥമായിട്ട് നടക്കാം. ആ കത്തി വേണ്ടാന്ന് വെച്ച്. കൂർക്ക അതെ, ചോര കണ്ട് തലയിറങ്ങി വീണു. അതെ, കൊടുകൈ. ഓക്കെ, താങ്ക് യു സാർ. സമ്മതിക്കണം. ഓക്കെ, ചോര കൊണ്ട് തലകറങ്ങി വീണ ആദ്യത്തെ കൂർക്ക നിങ്ങളാണ്. ഈ കൂർക്കയുടെ വിശേഷങ്ങൾ തീരുന്നില്ല. തൽക്കാലം നമുക്ക് ഒരു മനോഹരമായ സ്കിറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. ഇല്ല, ഓ ഞാൻ വിളിക്കാം, സമയം കിട്ടുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പൊന്നിനെ വിളിച്ചിരിക്കും സത്യമായിട്ട്. ആ പിന്നെ ഞാൻ അങ്ങനെ പറയൂ? ഇല്ലെന്നേ. ആ കാണാം നമുക്കുടനെ. രാമ 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 എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവര് പറഞ്ഞ അവിടെ പുറത്തേക്ക് ഇറങ്ങിയ ഇവളീ ഫോണിൽ കൂടെ ആരെടുന്നാവോ ഗുണ 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 അമ്മേ ദളപതി, അയ്യോ ദളപതിയാ, ഭഗവതി കാത്തുരക്ഷിച്ചാക്കണേ. കേട്ടവനെ, നിന്റെ സ്ഥിര പരിപാടി അല്ലടാ ഈ മോന്തി നേരത്ത് വിളക്ക് വെക്കുമ്പോ എനിക്കൊന്ന് ഒളിഞ്ഞു നോക്കണത്. നിനക്ക് അമ്മയമ്മമാരൊന്നുമില്ലേ? ഏടാ ഭയങ്കര, ഈ ഭയങ്കര അല്ല, ഭയങ്കര വലിയ സംഭവം ഉള്ളത്. ഈ മോന്തി നേരത്ത് വിളക്ക് വെക്കുമ്പോ ഇവിടെ കിടന്നിട്ട് വേലിക്ക് വന്നിട്ട് ഒളിഞ്ഞു നോക്കണ. അമ്മ ഇത് ആരോടാണ് ഈ സംസാരിക്കുന്നത്? എടാ മോനെ ചൂശിയില്ല, ഞാനിതിപ്പോ സ്ഥിരമായിട്ട് കുറെ നാളിട്ട് കാണേണ്ടത്. ഈ മോന്തി നേരത്ത് വിളക്ക് വെക്കൂലേ, അപ്പൊ വേലിക്ക് വന്ന് ഒളിഞ്ഞു നോക്കിട്ടേ കൊല്ലണം കുത്തി കാണിക്കണത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ അവന്റെ അതിലേക്കും പായലിനെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പട്ടിയായിരിക്കും. പട്ടിയൊന്നല്ല, മുട്ടക്കാട്ടിന് ഒരുത്തനാണ്. ഇത് കഴിച്ച നല്ല സാധനം. ഒരു മുട്ടക്കാട്ടിന് ഒരുത്തനാണ് പോയെന്ന്. ഇതിന്റെ അകത്ത് എന്തോ ചുറ്റിക്കളി വീട്ടിൽ നടക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ട് എന്നെ വേറെ കാര്യം കേട്ടോ. മോനെ സുശീല, ഇനി അവൻ എന്നെ പറ്റിയൊക്കെ വല്ല നോട്ടുവിട്ടിട്ടായിരിക്കും അവിടെ വന്ന് പരിഗണത്. അവൻ ഉണക്കത്തേങ്ങായിട്ടല്ല, കരിക്കിനാണ് അവന്റെ ഉന്നം. അല്ല പറയാൻ പറ്റൂലേ, ന്യൂ ജനറേഷൻ കാലമാണല്ല. വയസ്സന്മാരില്ല, വൃദ്ധന്മാരില്ല, ഒന്നുമില്ലല്ല. ചിലപ്പോ എന്നെ തന്നെ നോട്ടുവിട്ടതായിരിക്കും. ഈ ഇരിക്കുന്ന പേട്ട് സാധനം ഐശ്വര്യായി അല്ലേ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല. ഈ പഞ്ചായത്തിൽ ഇതേപോലെ ഐശ്വര്യമുള്ള എന്റെ അമ്മായി അമ്മ ഇല്ലാതെ വേറെ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഐശ്വര്യ റായി എന്നൊന്നല്ല പറഞ്ഞത്. ഒരു കാലത്ത് ഞാനൊരു ഐശ്വര്യ റായി ആയിരുന്നു. അയാളുടെ കഷ്ടകാലം. നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. എടാ 60 കഴിഞ്ഞാൽ കുടുംബത്തിരിക്കണം, അല്ലാണ്ട് പറവറൊന്നും പറഞ്ഞുകൊണ്ട് പിറുത്തുണ്ട് അടുക്കല്ലേ ചെയ്യണത്. തള്ള ഇത് ആരോടെ പറയുന്നേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞാടോ മോനെ. ഞാനേ ഒന്ന് പുറത്തു വരെയും പോയിട്ട് വരാം. മോനെ സുശീല, ഓടൊക്കെ കൊള്ളാം. നീ നേരത്തിനും കാലത്തിനും ഇവിടെ വന്ന് ചേരണോട്ടാ. ഇതാണ് ഈ അമ്മയുടെ പ്രശ്നം. എന്നെ ഒരു സെക്കൻഡ് കണ്ടില്ല, അന്നേരം ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എന്തോ മെലാരിയ പോലെ അമ്മ. മോനെ അതെ, എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല, അടുപ്പത്തിരിക്കണ ചോറ് കലത്തിന് വിഷമവും. നീ എന്നും കൃത്യസമയത്ത് 7 മണിക്കായിട്ട് മുന്നിൽ വന്ന് ഇരിക്കണാണല്ല. അപ്പൊ ഇന്ന് നിന്നെ കാട്ടിലേക്ക് അതിന് വിഷമം ഉണ്ടല്ലാന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാണ്. പറഞ്ഞോലെ 7 മണിയായി. ചോറിനെ സമയം ചോറെടുത്ത് വെക്ക്, ഞാൻ അങ്ങോട്ട് വരിക. ഉള്ള കൂട്ടാൻ വിളിച്ചാൽ മതി. നാളേക്ക് കൊണ്ടുവച്ച് തള്ളിക്കൊടുക്ക്. എടാ മോനെ, ഞാനത് നീ വന്നിട്ട് പറയാല്ലോ വിചാരിച്ചിരിക്കായിരുന്നു. എടാ അത് മറ്റേ ഒരു കാലത്ത് വന്നിട്ട് പൂസൂരിക്കൊണ്ട് പോയില്ലേ? പൂസ? മറ്റേ ഇലക്ട്രിസിറ്റിക്കാരി വന്നിട്ട് പൂസൂരിക്കൊണ്ട് പോയി. എന്റെ അമ്മ എനിക്ക് കല്യാണത്തിന് പോകാനുള്ള ഒരു ഷർട്ട് എടുത്ത് തേക്കണ്ടിരിക്കും. ഈ ഇവിടുത്തെ പൂസും കൊണ്ടാണ് കല്യാണത്തിന് പോണത്. അമ്മ ചുളുങ്ങിയിരിക്കുന്ന ഷർട്ട് തേക്കുന്ന എങ്ങനെ? എവിടെയാണ് തേക്കുന്നത്? നിനക്കിപ്പോ ഷർട്ട് തേക്കണം, അത്ര ഉള്ള കാര്യം. അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം, നീ ഇടുവാ. എടാ നീ ഇവിടുന്ന് നേരെ അകത്തേക്കല്ല, അപ്പൊ അവിടെ തേപ്പൊട്ടി ഇരിപ്പുണ്ടാവും. അത് മേശമ കുത്തിച്ചാരി വെക്കാം. എന്നിട്ട് നിവർന്ന് നിന്നിട്ട് അതിന്റെ തന്തക്കും തള്ളക്കും വിളിക്കാം. അപ്പൊ തേപ്പൊട്ടി ചൂടാവും. അപ്പൊ നീ ആ ചൂടിലങ്ങോട്ട് തേച്ചു വിട്ടാ മതിയടാ. ഞാൻ 247 രൂപ കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടി തന്നിട്ടാ പോയത്. ആ പൈസ എന്തി? ആ പൈസ ഇങ്ങോട്ട്
കറക്റ്റാഴ്ച എടുക്കാനാ 247 രൂപയുടെ അധ്വാനിച്ച് ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടി തന്ന പൈസ ഇങ്ങോട്ടേ. എടാ ഞാൻ ഈ വാദം വെച്ച കാലം കൊണ്ട് അവിടെ വരെയും പോയി കറക്റ്റാഴ്ച അടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത മാസത്തെ ബില്ല് അടക്കേണ്ട സമയവും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് സുശീലിന്റെ അടുത്ത് കൊടുത്തു വിട്ടറിഞ്ഞു അവൻ അടച്ചിട്ടുണ്ടാവുന്ന ആ പൈസ കടലിൽ പോയി. കടലിൽ പോയി. നീ ഇവിടെ കിടന്നിട്ട് അലറി വിളിക്കണ്ട, ഞാൻ അവരെ വിളിക്കാതെ ചുച്ചിയില്ലോ അളിയാ ചുച്ചിയില്ലോ എന്നാ മോനെ നോക്കിയാടെ എന്ത് നിഷ്കളങ്കതയാണെന്ന് നോക്കിയേ. ഇവരെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും പറയാൻ തോന്നണ്ട. എടുത്ത് ഇടിക്കാനേ ഈ കറക്റ്റാഴ്ച എടുക്കാനായിട്ട് പൈസ തന്നായിരുന്ന നീ എന്ത് ആലോചിക്കാതെ PC ടെസ്റ്റിന് പോയടാ. ഒരു 247 രൂപ ഞാൻ അമ്മയുടെ കൊടുത്തായിരുന്നു കറണ്ട് ചാർജ് അടയ്ക്കാൻ. നമ്മളമ്മ ഇതില്ല അമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ തമ്മിൽ പറഞ്ഞപ്പോ ഈ അങ്ങോട്ട് പോയിട്ടല്ലേ എടുത്ത് ഇരിക്കാൻ കറക്റ്റാഴ്ച എടുക്കാൻ പൈസ തന്നായിരുന്ന 247 രൂപ. അതെന്തായിക്കോട്ടെ തന്നായിരുന്ന നീ എന്നിട്ട് അതിന് കറക്റ്റാഴ്ച അടച്ചാ എന്നാ നോക്കുന്നേനാ പറയട്ടെ. എന്നാ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് അതിന് പറയാൻ. അത് പറയട്ടെ. ഞാൻ ഇവിടുന്ന് കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു അമ്മേ. അപ്പൊ നമ്മുടെ സുനീഷിന്റെ മോനില്ല കൊച്ചി സോനൂട്ടൻ ആ വള്ളി പോലെ ഇരിക്കുന്ന വയറുമായിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ബസ്സെന്ന് വരുന്ന അവനടിക്കുക. ഞാൻ ചെന്ന് ചോദിച്ചു എന്നാ മോനെ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ 3-4 ദിവസം അച്ഛൻ പണിക്ക് പോയിട്ട് കഥ പറയാനല്ല ഞാൻ ഇയാളോടല്ല പറയുന്നത്. അമ്മായിമ്മ കാശ് തന്നിട്ടുണ്ടെ അയാളോടാണ് ഞാൻ കാര്യം പറയുന്നത്. നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. പോയിന്റ് ഓഫ് ദി സിവിൽ ടെക്നിക്കൽ ഈസ് ഇൻജൂറിയസ് ടു ദ റിട്ടേൺ ഓഫ് ട്രയൽ. എന്റെ മോനെ നീ ഒന്ന് അടക്ക്. അതാണ് നീ ഒന്ന് അടക്ക്. റൂട്ടൊക്കെ ആകെ പോകുമല്ലോ പറയണത്. ഈട് വന്ന ഈ കാര്യം പറഞ്ഞ ഈ കൊച്ചെറുക്കൻ വിശന്ന് വലിഞ്ഞ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ആ ചെറുക്കനെ വിളിച്ചോണ്ട് നേരെ നമ്മുടെ ചെലപ്പഞ്ചാട്ടിന്റെ കടയിലേക്ക് ആ കട അവധിയാ തുറന്നിട്ടില്ല. ഉടനെ ഞാൻ അതോടെ കാലിന് എടാ നീ നിർത്തിയേ. നീ പശുവിനെ പുല്ലിട്ടാൻ കൊണ്ടിട്ട് എന്നാ കടുകാട് വലിച്ചോണ്ട് പോകണം. എന്തിനാണ് നീ പിടിന്നിട്ട് കാര്യം പറഞ്ഞാൽ മതി. എന്നെ ആഹാരം കഴിക്കാൻ പറ്റും. പശുവാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആഹാരത്തിന് ആഹാരം തന്നെ കഴിക്കണോ? അവനെന്തിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി. ആ ഹോട്ടലിലേക്ക് കൊണ്ടുപോയപ്പോ നീ ആ പൈസക്ക് അവര് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഞാൻ വാങ്ങിച്ചിരുന്നു. അന്നേരം ഞാൻ പൈസ കഴിക്കുകയും ചെയ്തു. നീ അവനെന്ത് ചെയ്ത്? എന്നിട്ട് അവരെന്ത് ചെയ്തപ്പാ? അവന് ഞാൻ 1 ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പൊക്കോളം പറഞ്ഞു. അടുത്ത മാസം നിനക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. എന്റെ ചുറ്റിയില്ല നീ വേല കൂലിയില്ലാത്തവർ അടുത്ത മാസം നീ അവൻ എങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ്? അമ്മച്ചി ഈ പ്രാവശ്യത്തെ കറണ്ട് ചാർജ് നമ്മൾ അടച്ചായിരുന്നു. അത് അടച്ചിട്ടില്ല. നീ അതുകൊണ്ട് തൊലച്ചില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ അടുത്ത പ്രാവശ്യത്തെയും കറണ്ട് ചാർജ് കൂട്ടി അടയ്ക്കാനായിട്ട് അളിന്റെ വാങ്ങിച്ച അമ്മ എന്റെ തന്നു. ഞാനും അവന് വയറിനടുത്ത് ആഹാരം കഴിക്കാമല്ലോ. കേക്കടാ അവന്റെ ബുദ്ധി. അളിയാ എന്റെ പൊന്നളിയാ നാണമില്ലേ? എത്ര വർഷമായി അച്ചി വീട്ടിൽ വന്നിങ്ങനെ ഓസിലടിക്കുന്നു. എനിക്ക് വയസ്സ് 38 അറിയോ? ഇതുവരെ എന്റെ കല്യാണം നടക്കുന്നില്ല. നിന്റെ 38 വയസ്സ് ഞാനായിട്ട് ഉണ്ടാക്കി തന്നാണോ? 8 വർഷമായിട്ട് ഞാൻ സഹിക്കുന്നു. 8 വർഷമായി ഞാൻ ഇവിടെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഈ വീട്ടിൽ ഉപ്പിട്ട് കർപ്പൂരം വരെ വാങ്ങുന്നവരാ ഞാനാ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യ്, നീ ഉപ്പും കർപ്പൂരം ഞാൻ വാങ്ങിച്ചോളാം. ബാക്കി സാധനം നീ വാങ്ങിച്ചാൽ മതി. നാളെ തുടങ്ങി ഉപ്പും കർപ്പൂരം ബാക്കി വാങ്ങിച്ചാൽ മതി. തള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞു. അമ്മ ഒറ്റ നാളെ ഈ മനുഷ്യനെ വളം വെച്ച് കൊടുക്കും. ജീവിക്കുന്നില്ല. എന്റെ മുന്നിൽ ഷർട്ട് കൊടുത്ത് ബാക്കിയത് വെക്കണം. സെക്കൻഡ് ഞാൻ ഈ വീട്ടിൽ താമസിക്കാനുള്ള അന്തസ്സുള്ളവനാണ് താൻ ഈ സമയം ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എടാ ഞാൻ ഇവിടെ ഇറങ്ങൂടാ. അല്ല നിന്റെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഇവ കൊണ്ടുവരുന്ന ചീന മത്തിയും പാവയ്ക്കായും പാവയ്ക്കൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ട് ഇവിടെ ഇവന് വേണ്ടി സഹായം ചെയ്ത് കൊടുക്കുക. എന്റെ സുശീല എന്നോട് ഒരുപാട് ഉണ്ടാക്കാൻ ഞാൻ പറയട്ടെ. മാന്യനാണെങ്കിൽ ഭാര്യയും വിളിച്ചിട്ട് പോകാൻ നോക്ക്. കൂടുതൽ ഞാൻ മാന്യനാടാ. മാന്യനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അറിയായിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ അടിത്തറ വെട്ടി അങ്ങോട്ട് ആളോട് പോകുമായിരുന്നു. ഇവനോടും സംസാരിക്കാൻ ഇനി ഒരു സെക്കൻഡ് ഞാൻ എത്തിക്കത്തില്ല. ഇവിടെ അടുത്തെല്ലാം ബാക്കിയത് വേണേ പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്നു. പോട്ടെന്ന് ചുമ്മാ ഇതിനൊക്കെ ചെലവിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവക്കും ചെലവിന് കൊടുക്കണ്ടേ? ഓസിലടിക്കാൻ വേണ്ടിട്ട് ചുമ്മാ കളിയാന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ തുടങ്ങി വെച്ചെങ്കിൽ ഇത് ഇറങ്ങി പോകത്തുള്ളൂ. എന്നാ നീ ആയി നിന്റെ പാടാ എന്തെങ്കിലും ചെയ്യും. അല്ലാണ്ട് എന്നാ ഒരു വിഷാദ മുഖമൊക്കെ തീരുമാനത്തിൽ ഒന്ന് മാറ്റം വല്ലതും സംഭവിച്ചോ? നിന്നിപ്പോ പോക്ക് അടക്കിയല്ല. അവളുടെ ഷർട്ട് മുണ്ടും ഒക്കെ നനച്ചിട്ടിരിക്കുക. അതൊക്കെ ഉണങ്ങാതെ പോകാൻ പറ്റില്ല. അത് ശരിയല്ലേ? അവന്റെ തുണിയൊക്കെ നനച്ചിട്ടാക്കണെങ്കിൽ അവനെങ്ങനെ പോകും? പിന്നെ നനഞ്ഞ ഉണ്ണിയല്ലേ ഇയാള് കത്തിക്കാൻ പോകും. അവരടവൊന്നുമല്ല. നനഞ്ഞ തുണി അങ്ങനെ കത്തിക്കാനായിട്ടാണ്. ഇത് ഭയങ്കര അടവാണ്. നനഞ്ഞ ഉണ്ണിട്ടോട്ട് മറ്റുള്ള യാത്രക്കാരുടെ ബസ്സിൽ എങ്ങനെ യാത്ര ഇവിടെ തെണ്ടി? അന്തസ്സുള്ളവനാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാവോ? നിന്നെ പോലെ ചിന്താധികാരനല്ലേ ഞാൻ. എന്റെയൊക്കെ കൺസെപ്റ്റ് വേറെയാ. കൊടുത്തിട്ട് വേറെ നിനക്കത് അറിഞ്ഞൂടാ. എന്റെ കൺസെപ്റ്റ് വേറെയാന്ന്. നിന്റെ കൺസെപ്റ്റ് അല്ല എന്റെ കൺസെപ്റ്റ്.
അങ്ങനെയാണെങ്കിൽ കൺസെപ്റ്റും എല്ലാം എടുത്തോട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. ഇറങ്ങി പോകാനായിട്ട്. ആ, അല്ലേ? എന്താ നീ പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ സാധനം കണസെറ്റ് ആ കൺസെപ്റ്റ് അതെടുത്തോണ്ട് പോകാൻ അത് എന്റെ അല്ല, എടുത്തോണ്ട് അവിടെ പോ. എന്റെ കൺസെപ്റ്റ് വെച്ചോണ്ട് പല പ്രാവശ്യം നീ ജീവിച്ചിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് എന്നെ എടാ ഞാനൊരു കാര്യം ഞാൻ പറയാം. അമ്മച്ചി ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോട്ടെ. നീ ഒറ്റ കൺസെറ്റ് എടുത്തിട്ടുണ്ടോ? ഞാൻ എടുക്കുന്ന എനിക്ക് എന്റെ ഇപ്പം ആവശ്യം പല ഞാൻ പ്രാവശ്യം അതൊക്കെ എടുത്തിട്ടില്ല. ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടത് ഈ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ തെറ്റിച്ച് ആ കളിക്കുന്നത്. നീ എടുത്തിട്ടെന്താ അതാണോ? ഇതില് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് സ്വന്തമായിട്ട് കൺസെറ്റ് ഉണ്ടാ? വെറുതെ അവരെ കുറ്റം പറയണാണ്. 3 കൺസെപ്റ്റുമായിട്ട് നടക്കുന്നതാണ് ഞാൻ. ദൈവമേ. അത് ഞാൻ എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയാം. ആ, നിന്നോട് ആരാണ് ഇരിപ്പ് ഉണക്കാൻ പറഞ്ഞത്? ഉണങ്ങി, അപ്പൊ ഇജ്ജ് തീരുമാനമായി. അപ്പൊ പൊക്കോ. ഏ? ഡ്രസ് ഉണങ്ങി പോകല്ലേ? ഉണങ്ങിയില്ലേ? ആഹാ, അത് കൊള്ളാല്ലേ? എന്നെ ഊരിന് ഷർട്ട് വേറെ ഷർട്ടൊന്നും ഇല്ല, ആ ഷർട്ട് ഇട്ടോണ്ട് പൊക്കോ. ഇതോടെ എടുത്ത് നനച്ചിട്ട് ഇത് ഉണങ്ങിയിട്ട് ഞാൻ പോകുന്നുള്ളൂ. എന്നാ. ഇത് നാണം കെട്ടവനെ, നാണമില്ല തനിക്ക്. എടാ എന്റെ കൺസെപ്റ്റ് എടുത്ത് എന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നില്ലെങ്കിൽ നീ അടങ്ങ്, അല്ലെങ്കിൽ ഇവനും ഒടുക്ക്. ഞാൻ പല പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുള്ള ഞാൻ അടങ്ങിക്കോളാം, ഇവരോട് ഉണങ്ങിത്തരാൻ പറ. ആ എന്നാ നീ കൂടെ വന്നേ, നീ തൽക്കാലം അവന് വേണ്ടി നീ ഒന്ന് ഒടുക്ക്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട്, അതാ പറഞ്ഞത്. എന്റെ പൊന്നു മനുഷ്യ, ഈ അമ്മയുടെ ആങ്ങളുടെയും വായിരിക്കുന്ന കേട്ട് പട്ടിയെ പോലും ഇവിടെ കിടക്കാതെ ഞാൻ പറഞ്ഞതല്ലേ ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്ത് മാറാവെന്ന്. എടി ഒരു കൊച്ചു വീട് വാടക എടുത്ത് ആ വീടിന്റെ വാടക എനിക്കുള്ള ചെലവ് നീ ജോലിക്ക് പോയി കൊണ്ട് തരുവോ? ഈശ്വരാ, മക്കളില്ലാത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയാകൂ? നീ അകത്ത് അമ്മയുടെ കൂടെ മുറിയിൽ ഞാൻ ഈ വരാന്ത കിടന്ന കുഞ്ഞുങ്ങളുണ്ടാവുമോ? എനിക്ക് സത്യം പറയാം, അറപ്പ് തോന്നും നിങ്ങളെ ഭർത്താവെന്ന് വിളിക്കാൻ. സുശീല! വന്നേക്കുന്നത് അയ്യായിരം രൂപ കൊടുക്കാനുള്ളവനാ ഞാൻ. അവൻ വരുമ്പോ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കാണിക്കും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ആ ഇങ്ങനെ പല ആൾക്കാരും വരുമ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല നിന്നിട്ടുണ്ടെന്ന്. ആ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെയും കാണിക്കണം. നീ അകത്ത് പോയി ബോധപ്പെടുത്തുണ്ടോ? ഞാൻ സുഖമില്ല കിടക്കുന്ന പോലെ കിടന്നോളാം. ടക്കെന്ന് വാ മൂടിയിട്. ആ ഈ അമ്മയെ വിളിച്ച് സുശീല! 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 ഏ? സുശീല! ഏയ്! ആ നീ ഇന്നാണോ എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞത്? വർമ്മ വന്ന് നിൽക്കുന്നത്. ആരാ? വർമ്മ ആ വെള്ളമടിക്കുന്ന വർമ്മ വന്ന് നിൽക്കുന്നത്. ആ എടി എനിക്ക് ഇന്ന് 5000 രൂപ തരണം കേട്ടോ. എന്റെ പൈസ ഇന്ന് കിട്ടണം. പതുക്കെ. അയ്യോ വർമ്മയാണോ? ആ അതെ. ഇപ്പോഴേലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എന്നാ? ഞാൻ ചത്തോ ജീവിച്ചെന്നറിയാൻ വേണ്ടി വരാൻ തോന്നിയല്ലോ. എന്റെ 5000 രൂപ തരാൻ. നിങ്ങളുടെ 5000 രൂപ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നതിന് ഇംഗ്ലീഷിൽ ഏതാണ്ട് പറയുമല്ലോ. എക്സ്പ്ലനേഷൻ അതൊന്ന് ചെയ്തു കൊടുത്തേ. ചേട്ടാ ഒറ്റ ഒരുത്തം കാരണം എന്റെ ഭർത്താവിന് ഈ ഗതികേട് വന്നത്. ഞാൻ കാരണോ? അതെങ്ങനെ? ചേട്ടൻ 5000 രൂപ തരാനുണ്ടോ? ആ എനിക്ക് 5000 രൂപ തരാനുണ്ട്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്, ഞാൻ പറയാം. പറ. അതായത് ഇപ്പൊ കുട്ടനാടി പക്ഷിപ്പനി വന്നില്ലേ, വന്നു. അവിടെ കുന്നണക്കിന് താറാവിനെ കൊല്ലുന്ന ജോലി എന്റെ ഭർത്താവ് ഏറ്റെടുത്ത്. കണ്ട അന്നേരം തുടങ്ങിയ 350 താറാവിനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരുന്നപ്പോ അതിനകത്ത് ഒരു താറാവിന്റെ വൈറസ് എന്റെ ചേട്ടന് പിടിച്ച്. കണ്ട ഇതൊരു ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുമോ? എന്നെ കൈവിടല്ലേ. പറയുന്നത് കേൾക്കണം. 10000 രൂപയുടെ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കൂ. കണ്ട അവസ്ഥ കണ്ട. ഇതെങ്ങനെ ഒരു ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റും? 10000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തില്ലേ എന്റെ ഭർത്താവ് മരിക്കും. എന്നെ കൈവിടല്ലേ. 10000 രൂപ വേണം. 10000 രൂപ താ ചേട്ടാ. 10000 രൂപ വേണ്ട. ഞാൻ 10000 രൂപ തരാം കേട്ടോ. 10000 രൂപ ഞാൻ തരാം ചേട്ടാ. പെട്ടെന്ന് കൊണ്ടോ? കൂടുതലാ പെട്ടെന്ന് കൊണ്ടോ? 10000 രൂപ ഉണ്ടേ കേട്ടോ. ഇഞ്ചക്ഷൻ കൊടുത്ത് ശരിയാക്കണം. പിന്നെ ഒരു മിനിറ്റ്. അല്ല ഞാൻ വരല്ലേ പക്ഷിപ്പനിയാ. കിടന്നോ, ഞാൻ പറഞ്ഞോളാം. അതെ 10000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തേ സുഖമാകുമ്പോഴേ എന്റെ 5000 രൂപ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ചവിട്ടി കൊന്നോളാം ഞാൻ കേട്ടാ. എന്നാ കോണത്തില് വെഞ്ചാടി ഇട്ടിരിക്കുന്ന ഇവിടെ. എന്റെ മയക്കം വന്ന ഈ സിമ്പിളായിട്ട് പോയില്ലേ? അടുപ്പ് പോയാലെന്നാ അതാണ് പറഞ്ഞ. ചില സമയങ്ങളിൽ ചില ട്രിക്കുകൾ നമ്മള് അവതരിക്കാം. നീ അതിൽ നിന്ന് 1000 രൂപ ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്ത് വരെയും പോയിട്ട് വരാടേ. 1000 രൂപ എണ്ണാനൊന്ന്
അങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചങ്ങനെ ഉണ്ടാക്കണ്ട. എൻ്റെ വീട്ടിലേ ഈ പലിശക്കാരും ആൾക്കാരും വന്ന് കയറണ്ട. എൻ്റെ കുറേ കാശ് നിങ്ങൾ അങ്ങനെ കൊണ്ട തിന്നതാ. എടാ മാക്ക് മാക്ക് വെച്ച് ഉണ്ടാക്കിയ കാശാണ് അത് കൊണ്ടുപോലടാ നിന്റെ. അത് കൊണ്ടുപോകും. എടോ 247 രൂപ ഈ ഇന്നലെ ഞാൻ തന്നതാ. അത് എവിടെ കൊണ്ടാ വെച്ച് തന്നു? അളിയൻ ഉത്തരം പറ. ഞാൻ കാശ് മേടിച്ചതിന് എന്നാ തെറ്റിരിക്കുന്നേ? അങ്ങനെ ഒരു കാര്യം പറയാം, എന്റെ ഭർത്താവിനെയാ, എന്റെ ഭർത്താവ് എൻ്റെ അളിയന് നാണമില്ലേ? ആ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പലചരക്കടയിൽ കയറാൻ പറ്റുന്നില്ല. ആ കണക്കൊമ്പിലെ ഷിബുവിന്റെ കട ചെന്നിട്ട് അളിയൻ എന്നൊക്കെയാ അവിടുന്ന് പറ്റി മേടിച്ചേക്കുന്നത്. ഒരു ബാലമംഗളും ഒരു കുട്ടൂസനും ഒരു ഏണിയും പാമ്പും. ബാലമംഗളും കുട്ടൂസനും ഏണിയും പാമ്പും. വയസ്സ് എത്രയായി? 47 വയസ്സുള്ള ഒരാൾ വായിക്കുന്ന സംഭവം ബാലമംഗളും കുട്ടൂസനും. വെളുപ്പിനെ രാവിലെ എണീറ്റ് ചളിയിൽ ഇവിടുന്ന് കുറിയും തൊട്ട് ഉച്ചക്കത്തെ ചോറുമായിട്ട് ജോലിക്ക് പോകുവോ? പണിക്ക് പോകുവോ? ഞാൻ രാവിലത്തെ 9 മണിക്കത്തെ കാപ്പുകൂടിയും കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണ് വരെ ഇതിൻ്റെ അകത്ത് ബോറടിച്ചിരിക്കുക. എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? നിനക്ക് എന്തിനാണ് ഞാൻ വാക്ക് ഉണ്ടാക്കിയ കാശ് കൊണ്ടിട്ടില്ല. നീ ഇപ്പൊ ചേട്ടൻ വെളിയോട്ട് പോയെ, ചേട്ടൻ വെളിയോട്ട് പോയെ. എന്റെ ഭാര്യ എത്ര ആവശ്യമില്ലാതെ വാക്ക് പറഞ്ഞിട്ടാ ഒരു വാക്കിന്റെ എല്ലാം കാശ് കാണാം. വാക്കി കൊണ്ട് തിന്നണം തെറ്റി. നീ അതോർത്തൊന്നും വിഷമിക്കണ്ട. സത്യം പറഞ്ഞാൽ നിനക്ക് ഇതിലും വലിയ എന്തോ സംഭവിക്കാനുണ്ടായിരുന്നതാ. ഇപ്പൊ ഇതും കൊണ്ട് തൃപ്തിപ്പെട്ടങ്ങ് അടയും. ഇത് ബന്ധം വേർപെടുത്താന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ വേണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നേക്കാം. ഇത് ഈ കൂടുതൽ എന്ത് വരാനാ ചേട്ടാ? ഹലോ ഹലോ ഹലോ. ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. തിരക്കായിരുന്നു, ബിസിനസ്സും കാര്യങ്ങളും അല്ലേ? ആണോ? അതിന്റെ തിരക്കിലായിരുന്നു ഞാൻ. എവിടെയാ ഇപ്പം? ഞാനിപ്പോ അന്നേരം ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുകയാണ്. പക്ഷെ ജസ്റ്റ് ഞാൻ ഇപ്പം വീട് വരെ ഒന്ന് പോയിട്ടേ പോകത്തു. ന്യൂയോർക്കാ? ഓ അതെ തന്നെ. വണ്ടർഫുൾ. ഓ വീട്ടിലിപ്പോ ആരുമില്ലേ? ഇപ്പൊ വീട്ടില് ആങ്ങളെ പുറത്തോട്ട് പോയി, ഹസും പുറത്തോട്ട് പോയി. പിന്നെ അമ്മ അകത്ത് കിടന്ന് ഉറങ്ങുവന്നാ തോന്നുന്നത്. എന്തായാലും ഇപ്പൊ വിളിച്ച് നന്നായി. അസിന് എന്താണ് പരിപാടി? അസിന് പണിയൊന്നുമില്ല, വെറുതെ ഒരു പേരിനൊരു ഭർത്താവ്. എങ്ങനെ ജീവിക്കുന്നു ഒരു ഭർത്താവിന്റെ കൂടെ നിങ്ങള്? സത്യം പറയാലോ, നിങ്ങളിപ്പോ ഉള്ള ഒരു മനുഷ്യനെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഞാൻ അടിച്ചു പൊളിച്ചേനായിരുന്നു. ചേട്ടൻ എവിടെയാ ഇപ്പൊ ഉള്ളത്? എന്തോ ഇപ്പം ചേട്ടന് ജോലി എന്താ? എനിക്ക് അണ്ടിയുടെ പരിപാടിയാ, കശുവണ്ടി. എന്താണ്? അണ്ടി കയറ്റി ഇറക്കുക, കശുവണ്ടിയാ. കശുവണ്ടി. അപ്പൊ ഒരുപാട് പണം കാണുമല്ലോ. ഓക്കെ, അത് എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? ഞാനിപ്പോ വീട്ടിലേക്ക് കയറാൻ പോവാണ്. ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും. അയ്യോ, അന്നേരം സംസാരിക്കരുത്, കാര്യം ഞാൻ രാവിലെ അങ്ങോട്ട് വിളിച്ചോളാം. അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കും. ഇപ്പൊ ഇവിടെ ആരും ഇല്ലാത്തതിനെ കൊണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫിന് ഭയങ്കരമായിട്ട് ഡൗട്ടാണ്. കാര്യം എൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് വൈഫിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം കാര്യങ്ങളാണ്. ഏതായാലും പ്ലീസ് എനിക്ക് ഒരു ഉമ്മ തരുമോ? അയ്യോ, ഇപ്പോഴോ? പ്ലീസ് ഒരു ഉമ്മ താ പ്ലീസ്. ഞാൻ അങ്ങനെ ഒരു ഇതല്ല. പ്ലീസ് എനിക്കല്ലേ, ഞാനിപ്പോൾ എന്തായാലും ലണ്ടനിലേക്ക് പോയില്ല, അവിടെ എനിക്ക് നാടനുമ്മ കിട്ടിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ് ചേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുവോ? പൊന്നു പോലെ നോക്കില്ല, എൻ്റെ കൂടെ ഇറങ്ങിപ്പോ ഞാൻ എൻ്റെ ഒരു ജീവിതം തരാം. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു തരട്ടെ? പ്ലീസ് ഉമ്മ തരൂ പ്ലീസ്. ഉമ്മ വേണോ? ഓ വേണം വേണം വേണം. എന്നാ പിടിച്ചോ. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയുടെ രഹസ്യ കാമുകനായ എന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിന്റെ രഹസ്യ കാമുകിയെ കണ്ടുപിടിച്ചേ. എന്നാ ഉമ്മതാ. जाफर सिंह जी, स्किच कैसा है? अच्छा स्किच. अच्छा എന്ന് പറഞ്ഞാൽ ബഹുത്ത് അച്ഛാ. बहुत अच्छा. ബഹുത്ത് അച്ഛാ. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ? മാക് 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 മാക്. നസീർക്കയുടെ നസീർ സംക്രാന്തിയുടെ ആ ഒരു പെർഫോമൻസ്. കാരണം പക്ഷിപ്പനി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താറാവാകും എന്നുള്ളത് വളരെ രസമായിട്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. നസീറിന്റെ സ്വരവും ഏതാണ്ട് താറാവിന്റെ അതെ തന്നെ. സ്വരം പോലെ. അങ്ങേക്ക് ഇങ്ങനെ ഈ പക്ഷിപ്പനിയായിട്ട് അങ്ങനെ അതെ അതെ, അങ്ങേക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഈ പക്ഷിപ്പനിയായിട്ട് ബന്ധപ്പെട്ട്?
ഈ ചിക്കൻ അല്ലെങ്കിൽ താറാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അഭിപ്രായം? പക്ഷിപ്പനിയായിട്ട് ബന്ധമുണ്ട്. ആ പക്ഷിപ്പനിയായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കോഴീനൊക്കെ മേടിച്ച് തിന്നാറുണ്ട്. ആ പക്ഷേ ഈ താറാവിനെ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ അതെന്താ? അപ്പോൾ അതല്ലേ ഈ പക്ഷിപ്പനി എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടായത്. അല്ല, കോഴീനെ കഴിക്കാം, എന്തുകൊണ്ട് താറാവിനെ കഴിച്ചുകൂടാ? അല്ല, ഈ താറാവിനല്ല പനി എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അത് ഞാൻ ചോദിച്ചു, ഈ താറാവിന് കോഴിയും താറാവും എല്ലാം ഒരുപോലെ അല്ലേ? ഇതിനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരുപോലെ അല്ലേ? പിന്നെ എന്തുകൊണ്ട് താറാവിന് മാത്രം ഈ പനി പിടിക്കുന്നു? അത് ഈ വെള്ളത്തിൽ കളി, ഈ വെള്ളത്തിൽ നിരന്തരമായിട്ട് കിടന്ന് കളിക്കുമല്ലേ. കോഴി കിടന്ന് കളിക്കണുണ്ടോ? കാക്ക കിടന്ന് കളിക്കണുണ്ടോ? കുയിൽ കിടന്ന് കളിക്കണോ? ഒന്നുമില്ല. വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന പക്ഷേ അതുകൊണ്ട് അതിന് വെള്ളത്തിൽ പനി പിടിച്ചു. ആ പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പനിക്കുള്ള മരുന്ന് കൊടുക്കണം. ചുമ്മാ കൊന്നു കൊടുക്കുമല്ലായിട്ട്. ഇപ്പം ഇവിടെ ഒരു രസമുണ്ടായി, ഈ ആലപ്പുഴയിൽ ഇങ്ങനെ താറാവിനെ കൊല്ലാനായിട്ട്. അപ്പം എൻ്റെ ദ്രുതകൃതി ഒരു അത് അവർ വിളിച്ചിട്ട് ദ്രുതകൃതിയുടെ ഇതില്ലേ, ഞാൻ ഓർത്തിരുന്ന എന്നെ സെക്യൂരിറ്റിക്ക് അവിടെ വിളിച്ചപ്പോൾ ഞാൻ ഓർത്തിരുന്ന ദ്രുതകൃതി സേന അല്ല എന്നെ കൊച്ചല്ലോ സാറേ, ദ്രുതകൃതി സേനയില്ലേ? ദ്രുതകൃതി സേനയല്ല, ദ്രുത കർമ്മസേന. അവരെന്നെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയത് ഏതെങ്കിലും താറാവിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നുണ്ടോ, അല്ല എന്തെങ്കിലും അപായപ്പെടുത്തുന്നുണ്ടോ മറ്റവര്. അപ്പൊ ഈ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങിയ പോലെ രണ്ടുപേരും കൂടെ ഇറങ്ങി. അവരിറങ്ങി കഴിഞ്ഞിട്ട് ഓരോന്നിങ്ങനെ ഒടിക്കുക പിടിച്ച് കരുത്തിങ്ങനെ ഒടിക്കുന്നു, കൂട്ടിയിടുന്നു. അപ്പോൾ ഈ താറാവെല്ലാം കിടന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ തളർത്തി ചെവിയിലൂടെ കുറച്ച് ചോര വരും. അതിനെ പിടിച്ച് കൊല്ലുന്നത് എനിക്ക് നയിക്കാൻ പറ്റിയില്ല. ഞാൻ തന്നെ ഇത് ഇട്ടെറിഞ്ഞു പോയാലോന്ന് ആലോചിച്ചാൽ. എന്നാൽ എനിക്ക് വീട്ടിലവിടെ ചെന്ന് വല്ലതും കൊടുക്കണ്ടേ? പെണ്ണുപള്ളി ചോദിക്കാല്ലേ ഇത്രയും ദിവസം എന്നാലും ഞാൻ ദ്രുതകൃതികാരയുടെ കൂടെ അത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം നടക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഈ ഒടിക്കുന്ന സമയത്ത് ഈ ദ്രുതകൃതികാരുടെ ആൾക്കാർ ചെന്നിട്ട് രണ്ടെണ്ണത്തിനെ പിടിച്ചപ്പം അതിന് വലിയ കുഴപ്പമില്ല, പനിയില്ലാത്ത താറാവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാട്. ആ ഒച്ചപ്പാട് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ചേട്ടൻ പറയാ, ആ രണ്ടെണ്ണത്തിനെ ഇങ്ങനെ തരാം വീട്ടിൽ കൊണ്ട് കൊന്നു കുടിച്ചിട്ടുള്ളതെന്ന്. അതെന്തിനാന്ന് മനസ്സിലായില്ലേ? റേഡിയോയിലും ടി വിയിലും ഒരു വാർത്ത വന്നായിരുന്നു. ഇതൊരു 70 സെന്റിഗ്രേഡ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു അളവ് പറഞ്ഞല്ലോ. അത് വൃത്തിയായിട്ട് കേട്ട അപ്പാപ്പനാ പറഞ്ഞ അതിനെ കൊല്ലണ്ട, ഞാൻ വീട്ടിൽ കൊണ്ട് കൊന്നു കുടിച്ചു മൂടിക്കുള്ളത് തിന്നാൻ കൊണ്ടുപോകാനാ. അല്ലേ? ഞാൻ അയാളത് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഡ്യൂട്ടിക്ക് വന്നു, ഒറ്റ ഒരുത്തിനും കൊടുത്തുകൊണ്ടില്ല, എല്ലാത്തിനും തട്ടി. പ്രയാസമുണ്ട്, എന്തായാലും പോട്ടെ. അതാണ് ഇപ്പൊ പക്ഷിപ്പനിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു പെട്ടെന്നൊരു സംഭവം വരികയാണെങ്കിൽ സർക്കാരൊക്കെ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെട്ട് എല്ലാ കാര്യവും നീക്കണം. ഈ സമരത്തിനൊന്നും പോകേണ്ട ആവശ്യങ്ങളില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇതെന്താ പൂട്ട് ഇങ്ങനെ കൈ കൊണ്ട് നടക്കുന്നു? അതല്ല ചോദിച്ചത്, കയ്യിലിരിക്കുന്നത് ഇത് പൂട്ട്. അത് പെട്ടെന്ന് പോക്കറ്റിൽ നീ പൂട്ടെടുത്തല്ലേ, ഈ പൂട്ടെടുത്തിയ? അല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എൻ്റെ യജമാനൻ്റെ ഉത്തരവാദിത്തം ഇതിനകത്താണ് കിടക്കുന്നത്. അതെന്താണ്? അതറിയാൻ മേലെ? ഇല്ല, മനസ്സിലായില്ല. ഞാനിപ്പോൾ ഒരു DSPയുടെ ഓഫീസിലാണ്. ആണോ? പിന്നെ ആലപ്പുഴ DSPയുടെ ഓഫീസിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് പോയതാ. അപ്പോൾ അവർ ടൂറ് പോയൊക്കെ ഒരാഴ്ച. വീട്ടുകാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പൊളിച്ചാ ഈ കള്ളന്മാരകത്ത് കയറുന്നത്? പൂട്ട് പൊളിച്ചല്ലേ? അതെ. ഞാൻ പെര പൂട്ടിയിട്ട് താഴെ എൻ്റെ ഇരിക്കുക. ഇത് എങ്ങനെ കള്ളന്മാർ പൂട്ട് പൊളിച്ചെങ്ങനെ അകത്ത് കയറും? അതുകൊണ്ട് ഞാൻ കൊണ്ടു നടക്കുക. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്നെ എല്ലാവർക്കും വേണമെന്ന്. ഞാൻ ഒരാളെ ഉള്ളൂ, എന്നാ ചെയ്യാൻ പറ്റും? വലിച്ചു കയറി തിന്നുവെന്നാ എനിക്കിപ്പോ പേടി. അങ്ങനെ നിൽക്കുക. മിക്കവാറും DYSP വലിച്ചു കയറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു അഭിപ്രായം താഴേന്ന് പറഞ്ഞു. എന്താ ഒന്ന് പറഞ്ഞു? ഒന്നുമില്ല. അല്ല, നമുക്ക് ഈ വിഷലിപ്തമായ പച്ചക്കറി മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പച്ചക്കറിയിൽ വിഷം കലരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പച്ചക്കറി എന്തിനാ കൊള്ളാം? അതെന്താ പച്ചക്കറി? അതറിയാൻ മേലേ? ഇല്ല. മീൻ തിന്നരുത്, ക്ലോറിൻ ഇടുവാന്ന് പറഞ്ഞു കുറെ നാൾ മീൻ കൂട്ടാതിരുന്നു. തക്കാളി കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരുമെന്നും പറഞ്ഞു തക്കാളി കഴിക്കാതിരുന്നു. മൂത്രത്തിക്കല്ല് വരുമെന്നും പറഞ്ഞ് വഴുതനങ്ങ കഴിക്കാതിരുന്നു. അതുപോലെ ഈ പച്ചക്കറി എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ കഴിക്കാൻ മേല. അതെന്താ? എന്ത് കഴിച്ചാലും ഇറച്ചി മീനോ മേടിച്ചിട്ട് കുളമ്പുരോ ഉള്ള കന്നാലിയുടെ ഇറച്ചി മേടിച്ച് കഴിച്ചു കഴിഞ്ഞാലും പച്ചക്കറി കഴിക്കാൻ പറ്റിയല്ല. കാരണം പറയൂ ചേട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കർഷകൻ പച്ചക്കറി കഴിച്ചാൽ മരിച്ചത്. അറിയോ? മനസ്സിലായില്ല. കാരണം അറിയോ? ഇല്ല. വിഷം മേടിക്കാൻ പൈസ ഇല്ല, എടുത്ത് കഴിച്ചു, ചത്തു. എല്ലാത്തിലും വിഷമാണ്. തമിഴ്നാട്ടിൽ തന്നെയാ. അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത വന്നുകൊണ്ട് അങ്ങോട്ട് പ്രത്യേകം പറഞ്ഞു. ഞാൻ ആ വാർത്ത പറയിട്ട് കാര്യമുണ്ട്. ഞാൻ ആ വാർത്ത വിശ്വസിക്കില്ല. കാരണം എന്താണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ യാതൊരു വിഷവും ഇല്ലാത്ത ഒരു പച്ചക്കറി പറിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അത് മരിച്ചത്. ആ പച്ചക്കറി തോട്ടത്തിൽ ഒരു മൂർഖൻ പാമ്പുണ്ടായിരുന്നു, വിഷമുള്ള അത് കുത്തിയാവും മരിച്ചത്. പച്ചക്കറി തിന്നേണ്ടി വന്നില്ല.
അപ്പൊ ഈ പച്ചക്കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാണെന്നുള്ള മനസ്സിലായില്ല. അല്ലേ, എങ്ങനെ നോക്കിയാലും അങ്ങനെ തന്നെ. പക്ഷെ അത് ആണോ അല്ലയോ എന്ന് നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് തീരുമാനിക്കാം. എനിക്ക് കട്ട് കഴിച്ചിട്ട് പാടില്ല, ഞാനിത് കുറച്ചേരം ഇരിക്കട്ടെ. എനിക്ക് റെസ്റ്റ് എടുക്കാം. ഇരിക്കുന്നതിനിടയ്ക്ക് എന്നെ ഒന്നും ചെയ്യരുത്. മറ്റേ ആദ്യത്തെ അടി എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും എനിക്ക് പെടലിവേനുണ്ട്. എനിക്ക് ഇപ്പൊ ഒരു ദുഃഖം തോന്നുന്നു. എന്താ? എനിക്ക് പറക്കാതെ പോയ ഒരു ഉണ്ണിയാണോ ഇതെന്ന്. എന്നെ കൂടെ വരാമോ? ഞാൻ എല്ലാ കള്ളത്തരം പഠിപ്പിക്കാം, അല്ല എല്ലാ പണിയും പഠിപ്പിച്ചേരാം. പണി പഠിപ്പിക്കുക. ചേട്ടൻ എന്തിനാ ഉണ്ണി? നല്ലൊരു ഉണ്ണി ഇവിടെ ഉണ്ടല്ലോ. ആ ഉണ്ണിക്കൊരു കൂട്ടായിട്ട് വരാമോ? ഞാൻ ആലോചിക്കട്ടെ. അപ്പോൾ അതിലേക്ക് പോകും മുമ്പ് നമുക്കൊരു ചെറിയ സ്കിറ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. ആയിക്കോട്ടെ. തമ്മിൽ തല്ലും തന്തയ്ക്ക് വിളിയും ഹോബിയാക്കിയ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു സമ്പൂർണ്ണ വേദി. നിങ്ങളുടെ ഉയിര് എരിഞ്ഞു പോകുവാൻ ഉയിരേ സാക്ഷി. ആദ്യമായി സ്വാഗതം ചെയ്യാം ഷീലാമ്മ. ജഡ്ജിംഗ് പാനലിൽ സ്വാഗതം ചെയ്യാം കൂർക്കം വലിച്ചതിന് ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത അഡ്വക്കേറ്റ് സുഗുണൻ. എൽസയുടെ സെക്രട്ടറി തിരക്കായതിനാൽ എൽസയുടെ മാപ്പിള മിസ്റ്റർ തോമസ് എൽസ. ഇനി ഇന്നത്തെ പരാതിക്കാരനെ സ്വാഗതം ചെയ്യാം മിസ്റ്റർ പളനി. പളനി എന്ന പേര് കേൾക്കുമ്പോ എനിക്ക് പലതും ഓർമ്മ വരുന്നു. അയ്യോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അയ്യോ, ഞാൻ പളനി, ഇളയ അനുജൻ കാശി, ഇനി ഒരാൾ കൂടിയുണ്ട്. ശബരിമല എന്നായിരിക്കും പേര്. മലയില്ല, ശബരി. എന്താ പ്രശ്നം പളനിക്ക്? പറയൂ, ഞാനൊന്ന് സന്തോഷിക്കട്ടെ. അമ്മച്ചി. അയ്യോ, അമ്മച്ചിയോ? മാഡം, മാഡമെന്ന് വിളിക്കൂ. എന്റെ ഭാര്യയ്ക്ക് എപ്പോഴും എന്നെ സംശയമാണ്. എന്താ സംശയമോ? ഹേ, പളനി പോയോ? നമുക്ക് പ്രശ്നം പരിഹരിക്കണ്ടേ? കറങ്ങുന്ന കസേരയിൽ നാടാതൊന്ന് അടങ്ങമ്മച്ചി. നമുക്ക് പളനിയുടെ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഓമനെ. ഫസ്റ്റ് ക്ലാസ് വള ഇത് എവിടുന്ന് വാങ്ങിച്ചു? ഇന്നലെ രാത്രി എന്റെ കമ്മല് പ്രസവിച്ച് സിസേറിയനായിരുന്നു. നിങ്ങൾ കാര്യം പറ പെണ്ണുമ്പള്ള. അയ്യോ, ഓമനയ്ക്ക് ഇപ്പോഴും പളനിയെ സംശയമാണോ? ഹേ, ഇയാൾക്ക് എന്നെയാ സംശയം. നിങ്ങളിൽ ആർക്കാണ് സംശയം എന്നതാണ് ഇപ്പോ എന്റെ സംശയം. എന്റെ മൂത്ത മകൾക്ക് അമ്പിളിയുടെ മുഖമാണ്. അയ്യോ, ആകാശത്തെ അമ്പിളി അമ്മാവന്റെ മുഖമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാനല്ലേ നമ്മൾ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുന്നത്? അയ്യോ, ആകാശത്തെ അമ്പിളിയല്ല, ജംഗ്ഷനിൽ തട്ടുകട നടത്തുന്ന അമ്പിളി. ഇവൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അറിയാമോ അമ്മച്ചിക്ക്? മുഖത്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഇയാളുടെ മുഖഛായയുള്ള 8ഓളം പിള്ളേരാ സ്ഥലത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോ പരസ്പരമുള്ള സംശയമാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? നിങ്ങൾക്ക് ഒരു നിമിഷം നിങ്ങളുടെ പിഞ്ചു മുഖമുള്ള ഇളയ കുട്ടിയെ ഒന്ന് ഓർത്തു നോക്കൂ. ആ കുട്ടിയുടെ ചിരി ഒന്ന് ഓർത്തു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് വഴക്കിടാനാവില്ല. അയ്യോ, പളനി എന്തിനാണ് ഇങ്ങനെ ഓമനെ തല്ലുന്നത്? ഷീലാമ്മ പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. പിഞ്ചു മുഖമുള്ള ഇളയ കുഞ്ഞിനെ തേങ്ങാവെട്ടുകാരൻ സുഗുണന്റെ ചിരിയാ. നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി പണിക്കിടയിലൊക്കെ ഇത്തരം തമാശകളൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? ടിവിയുടെ മുമ്പിൽ ഇരിക്കാറുണ്ടോ? ടിവിയുടെ മുമ്പിൽ ഇരിക്കാറില്ല, ടി വി അടിച്ചോണ്ട് പോറാ മതി. അല്ല, വീട്ടിൽ കൊണ്ട് വെച്ച് കാണും. അല്ലാതെ നിങ്ങൾ സെക്യൂരിറ്റി അല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ കട്ടോണ്ട് പോകുന്നു? അല്ല, അങ്ങനെയാണ് എന്റെ സ്വഭാവം. അങ്ങനെയാണല്ലോ. ആണല്ലേ? കിട്ടുന്നു, ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊണ്ട് അടിച്ചു മാറ്റി കൊടുക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് പുണ്യം വെച്ച് കഞ്ഞി വെച്ചു. അപ്പൊ ഈ സെക്യൂരിറ്റി പണി അല്ലാതെ വേറെ എന്തെങ്കിലും പണി, ഇപ്പൊ പറഞ്ഞ പണി അല്ലാതെ വേറെ എന്തെങ്കിലും പണി? വേറെ പരിപാടി അറിയാം. എന്താ പറയാ? കുക്കിംഗ് അറിയാലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെല്ലാവരും എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറയും കുക്കിംഗ് അറിയാന്ന് പറഞ്ഞാൽ പറയും. ഓ, കുക്കിംഗ് അറിയാം. ആണല്ലേ? നല്ല കുക്കാ, നന്നായിട്ട് വൃത്തിയായിട്ട്. ഏതെങ്കിലും റെസിപ്പി പറയാമോ? കുക്കിംഗ് ഇപ്പൊ നമുക്ക് ഒരു കോഴിക്കറി അങ്ങ് വയ്ക്കാം. ബംഗാളി ടൈപ്പിലൊരു പോരെ. ബംഗാളി ടൈപ്പിലാണോ വെക്കുന്നത്? ആ, ബംഗാളി ചൈന ടൈപ്പിൽ ഇഷ്ടം ഏത്? ചൈന ടൈപ്പിലായിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ. ആ, അപ്പൊ ഞാൻ ചൈനയിലാണല്ലോ ഇതെല്ലാം പഠിച്ചേ. ആയിക്കോട്ടെ. അപ്പൊ ചൈനയിലാണ് സെക്യൂരിറ്റി പണി പഠിച്ചേ. ശരി. പിന്നെ അടിതടവും കാര്യങ്ങളും എല്ലാം പഠിക്കുന്ന കാലത്ത് ആ ആശാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചൊരു ഉഗ്രം സാധനം. അങ്ങനെയാണ് ഒരു ചൈനീസ് കോഴിക്കറി വെച്ചാൽ ഒരു കാര്യം ചെയ്തത്.
എൻ്റെ കൂടെ ഒന്ന് കൂടാ കൊച്ചി? ഞാൻ കൂടാ. കൊച്ചനല്ലേ പേരിന്? എൻ്റെ പേര് അജയ്. ആ ഉവ്വ്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ആ നന്നാക്കി വെച്ചോ കോഴി എടുത്തേ, അങ്ങ് എടുത്തോ, അവിടെ എടുത്തോ, ഇച്ചിരി മസാല ഇറച്ചിയോടെ വെച്ചേ, പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് വേണം ഈ സംഭവം. ആ മസാല ഇല്ല ചീനിച്ചിട്ട് എടുത്ത് അടുപ്പത്ത് വെച്ചേ. ആ സ്റ്റവ് ഞാൻ കത്തിക്കാം, ഞാൻ കത്തി. ആ ഇച്ചിരി ഓളിയും കൂട്ടിയിട്ടെ, അതിന് വെളിച്ചെണ്ണ എടുത്തും കൂടെ ഒഴിച്ചേ. ആ അരിഞ്ഞ് വെച്ചാൽ സവോള എടുത്തും കൂടെ ഇട്ട് അവിടെ തവി എടുത്തിട്ട് ഇളക്കിക്കുക, ശരിക്കും ഇളക്കാം. അങ്ങോട്ട് ചുവന്ന് തന്നെ ഉണ്ടാ എല്ലാ ചിക്കൻ എടുത്തും കൂടെ ഇട്ടേ. അതാ സ്വിച്ച് നല്ല കുഴപ്പമില്ല, ഇട്ടോ ഒന്ന് ഒരു എണ്ണയും തിരക്കിയിട്ട്. ആ ഇട്ട് പയ്യെ മറിച്ചേ, ആ ചട്ടം എടുത്ത് മറിച്ചോണ്ടിരിക്കുക. ആ കണ്ടോ, അത് ഒന്ന് മൂടി വെച്ചേ, ഒന്ന് തുറന്നേ, ഇച്ചിരി എടുത്തിട്ട്. ആ അത്രയും മതി. അലവലായ സാധനം മൂടി വെച്ച് ഇനി പറയാം, അവിടെ മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടിപൊളി കോഴിക്കറിയാവും. പറയാൻ മനസ്സിലായി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. 15 മിനിറ്റായി അല്ല, അതെ നമുക്കിത് ചെയ്യാവുന്നുള്ളൂ. പയ്യെ ഒന്ന് മൂടി തുറന്നു നോക്കാം, അങ്ങനെയാണോ നോക്കിയേ. ആ അവിടെ ഒരു മണം അടിക്കണ ഇതായിട്ട് ഇപ്പം ശരിക്കും കൈയിട്ട് വരത്തില്ലെന്നല്ലേ. ഇളക്കൊക്കെ ചട്ടെടുത്ത് പെട്ടെന്നൊക്കെ കരിഞ്ഞു ഇളക്ക് ഇളക്കി അത് ആ കഷ്ണം കൊണ്ട് ശരിക്കും നടക്കിക്ക് എടുത്തില്ല. ആ മതി മതി മതി. ഞാൻ ഇളക്കി ആ ഗ്രേവിയുടെ ശാല എടുത്ത് ഇങ്ങനെ തൊട്ടിട്ട് നോക്കിയേ, ശാല കാണിച്ചേ, എങ്ങനെയുണ്ടോ? ഇത് ചൈനീസ് അല്ലല്ലോ, ഇത് നമ്മുടെ നാടൻ കോഴിക്കറിയല്ലേ? അതെ, ഞാനല്ല ചൈനയിലുള്ളൂ, ഞാൻ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആര് കേരളീയർ എവിടെ ചെന്ന് വെച്ച് കഴിഞ്ഞാലും ഏത് രാജ്യത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഒരു രുചി കാണും. അങ്ങനെ നമ്മുടെ ഒരു കേരളീയരുടെ രുചി കാണും. ഞാനതല്ല വെച്ച് അതല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ കറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചൈനയിലെ എല്ലാ സാധനങ്ങൾക്കും 6 മാസം ഗ്യാരണ്ടി അല്ലേ, പക്ഷെ ഇതിന് 7 മാസം ഗ്യാരണ്ടിയാണ്. ഈ കറി 7 മാസം കേടാവാതിരിക്കുമോ? ഈ കറി കേടായിരിക്കുന്നതല്ല, തിന്നുന്നതിന് 7 മാസം ആയിരിക്കുള്ളൂ. അങ്ങനത്തുള്ള സാധനങ്ങൾ എല്ലാ സാധനവും നിങ്ങളൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ജാഫർ സിംഗുമായിട്ടുള്ള ഈ എപ്പിസോഡ് മറക്കാൻ പറ്റില്ല, അവിസ്മരണീയമായിരുന്നു. ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും നമുക്ക് പ്രീമിയർ ജനുവിൻ ലെതർ ചിരിക്കും പട്ടണത്തിൽ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ശുഭരാത്രി. அடி ரக்கம்மா பல்லாக்கு நடிப்பு என்னை கொள்ளும் தடி கண்ணாடி